മാടായി റെസ്റ്റ് ഹൌസിന്റെ പുതിയ കെട്ടിടത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച സൗകര്യം കുറഞ്ഞ കെട്ടിടത്തിലാണ് റെസ്റ്റ് ഹൌസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. 1810 ബ്രിട്ടീഷുകാർ ബംഗ്ലാവായി നിർമ്മിച്ചതാണ് ഈ റെസ്റ്റ് ഹൌസ്. ഇന്ന് ഏഴിമല നേവൽ അക്കാദമി, മാടായിപ്പാറ, നിരവധി തീർത്ഥാടകരെത്തുന്ന മാടായിക്കാവ് എന്നിവയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് താമസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും എരിപുരത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണ് മാടായി റെസ്റ്റ് ഹൌസ് ഉള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച സൗകര്യം കുറഞ്ഞ കെട്ടിടത്തിലാണ് ഇപ്പോഴും റെസ്റ്റ് ഹൌസ് പ്രവർത്തിക്കുന്നത്. 2 ചെറിയ മുറികൾ മാത്രമാണ് നിലവിലെ റെസ്റ്റ് ഹൌസിലുള്ള സൗകര്യം. ഒപ്പം കെട്ടിടത്തിനു ചുറ്റും കാട് വളർന്നിട്ടുണ്ട്. മാടായിപ്പാറയിൽ പലവിധത്തിലുള്ള പഠന ക്യാമ്പുകൾ നടക്കാറുണ്ടെങ്കിലും ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാൻ സൗകര്യമില്ലാത്തത് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന അതിഥി മന്ദിരം, എരിപുരം റെസ്റ്റ് ഹൗസ്, ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് പണിത് ഇന്നൊരു ചരിത്ര സ്മാരകമായി അവശേഷിക്കുകയാണ്. ആ ചരിത്ര സ്മാരകത്തെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു ചരിത്ര മ്യൂസിയമാക്കിയത് മാറ്റി അതിന് തൊട്ടിപ്പുറത്തുള്ള സ്ഥലത്ത് വിശാലമായ അതിഥി മന്ദിരം എടുക്കാനുള്ളൊരു നടപടിക്രമം ഒരുപാട് കാലമായി ഉയർന്നു വന്നിരിക്കുകയാണ്. അതിന് സർക്കാർ ഫണ്ടും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫണ്ടൊന്നും ഇതുവരെ അതിനുവേണ്ടി ചെലവഴിച്ച് കാണുന്നില്ല. അടിയന്തിരമായും അതൊരു ചരിത്ര സ്മാരകമാക്കി മാറ്റിക്കൊണ്ട് അതിന് തൊട്ടിപ്പുറത്ത് വിശാലമായ അതിഥി മന്ദിരം എടുക്കാനുള്ളൊരു നടപടിക്രമം പൂർത്തീകരിക്കണമെന്നുള്ള അഭ്യർത്ഥന നാട്ടുകാരുടെ ഇടയിൽ ഒരുപാട് കാലമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ റെസ്റ്റ് ഹൌസ് കെട്ടിടം നിർമ്മിക്കാൻ എം. വിജിൻ MLA ഇടപെട്ട് ബജറ്റിൽ തുക അനുവദിച്ചിരുന്നെങ്കിലും തുടർ നടപടികൾ വൈകുകയാണ്. ചരിത്രങ്ങളുടെ ഭാഗമായ 2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള റെസ്റ്റ് ഹൌസ് നവീകരിച്ച് സംരക്ഷിക്കണമെന്നും കൂടുതൽ സൗകര്യത്തോടെ പുതിയ കെട്ടിടം എത്രയും വേഗം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.